പോലെ. പറയൂ ഗുരു. എടാ, വിശപ്പ് കാരണം എന്റെ വയറ്റിനകത്ത് വരുന്നു പുക. ഇങ്ങനെ ഒന്നും കഴിക്കാതെ നടന്ന എന്റെ കാര്യം കട്ട പുക. ഗുരു, അങ്ങ് ഇവിടെ 2 മിനിറ്റ് ഇരിക്കെ, ഞാൻ അങ്ങക്ക് വേണ്ടി 5 മിനിറ്റിൽ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഒന്ന് പെട്ടെന്ന് വാടാ എന്റെ പോലക്കുട്ടാ. ഗുരുവിന്റെ വിശപ്പ് മാറ്റാൻ എന്ത് മേടിക്കണമെന്ന് അറിയില്ലല്ലോ. ഇന്നാ ഈ ബിസ്ക്കറ്റ് കൊണ്ടുപോയി കൊടുക്കേ. ഹായ്, ഗുരുവിന് ബിസ്ക്കറ്റ്സ് വളരെ ഇഷ്ടമാ. ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. താങ്ക് യു MJ. യു ആർ വെൽക്കം. ഓ എന്റെ ആശാനെ, ആശാൻ ഇതുവരെ ഞങ്ങൾക്കൊരു മുട്ടായി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. പക്ഷെ ഗുരുവിന് 1 പാക്കറ്റ് ബിസ്ക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. നീ വിചാരിക്കും പോലെ ഇത് സാധാരണ ബിസ്ക്കറ്റ് അല്ല. ഇത് അനിമൽ സൗണ്ട് ബിസ്ക്കറ്റ് ആണ്. ഇത് ഞാൻ ആൽബർട്ടയുടെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് കഴിച്ചാൽ ഗുരു മൃഗങ്ങളെ പോലെ കരഞ്ഞുകൊണ്ട് ഇരിക്കൂ. ഗുരു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബിസ്ക്കറ്റ്സ് കൊണ്ടുവന്നിരിക്കുക. ഇത് കൊള്ളാലോടാ ചക്കുടു. ഈ ബിസ്ക്കറ്റുകൾ കാണാൻ നല്ല ചന്തം ഉണ്ടല്ലോടാ പോലെ. ഇതിലെ ഓരോ ബിസ്ക്കറ്റും ഓരോ മൃഗങ്ങളുടെ ഷേപ്പിലാണല്ലോടാ ഉള്ളത്. ആന, കുതിര, സിംഹം. ഇപ്പൊ തന്നെ ഇതെല്ലാം ഞാൻ തിന്നും. അങ്ങ് എന്തിനാ ഒന്നൊന്നായിട്ട് കഴിക്കുന്നേ? ഇതാ എല്ലാ ബിസ്ക്കറ്റുകളും ഒരുമിച്ച് കഴിക്കൂ. ചക്കരേ, തീർച്ചയായിട്ടും ഈ ബിസ്ക്കറ്റിനകത്ത് എന്തോ ചതി ഉണ്ടടാ. ഹായ്, തീർച്ചയായിട്ടും ഈ ബിസ്ക്കറ്റിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. ഈ പോലെ ഈ ബിസ്ക്കറ്റ് എവിടെ നിന്ന് എടുത്തോണ്ട് വന്നാ എന്തോ. എടാ, ഇത് അനിമൽ സൗണ്ടിന്റെ ബിസ്ക്കറ്റ് ആണല്ലോ. ഈ ബിസ്ക്കറ്റ് കഴിച്ചാൽ എന്റെ ശബ്ദം പോകും. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളുടെയും ശബ്ദമേ എന്റെ വായിൽ കൂടെ വരൂ. ഉത്തരം പറ, നീ എന്തിനാണ് മേജർ സാറിനെ കഴുതേ എന്ന് വിളിച്ചത്? എന്റെ ഗുരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴുതകൾ നന്നായിട്ട് ജോലി ചെയ്യുമെന്ന്. നിങ്ങളും ഒരു ദിവസത്തിൽ എത്ര ജോലിയാ ചെയ്യുന്നത്? എന്റെ കാഴ്ചപ്പാടില് നിങ്ങളാണ് ഡോങ്കി നമ്പർ 1. ഗുരു, പോലെ എന്നെ കഴുത എന്നാണ് ധരിച്ചിരിക്കുന്നത്. മേജർ അറിയാൻ ആഗ്രഹിക്കുന്നത് നീ എന്താണ് എന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങയെ മേജർ സാറെന്ന് തന്നെയാ വിചാരിക്കണത്. അത് ശരി, അപ്പൊ നീ എന്നെ കഴുത എന്ന് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നീ എന്നെ കൊരങ്ങനാണെന്ന് ധരിച്ചോ? പിന്നെ എന്താണ് ധരിച്ചത്? ചെന്ന എന്നാണോ? പറ. കൊള്ളാലോ മേജർ സാർ, നിങ്ങളുടെ ഉള്ളിൽ സൂയിലുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ടെന്ന് തോന്നല്ലോ. പോലെ നീ മിണ്ടിപ്പോരുത്. ഗുരു മേജറിനോട് പറയും ഇനിയും എന്നെ കുറിച്ച് എന്തൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഉത്തരം പറ. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. നീ മേജറിന് പോത്തെന്നാണ് വിളിച്ചത്. മേജറിന് പോത്തിനെ കണ്ണെടുത്താ കണ്ടൂടാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നത്? എന്റെ പുറകില് വല്ല പോത്തും നിപ്പുണ്ടോ? മേജർ ഇപ്പൊ പോത്തിനെ കണ്ട് പേടിച്ചോടും. പോത്തിനെ കണ്ടതാൽ പേടിച്ചോടുന്നു. Left, right, right, left, 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 left, right, right, left. പോത്തെ എന്നെ കുത്തല്ലേ. ഓ ആശാനെ, അങ്ങ് വന്നത് നല്ല സ്ഥലത്ത് തന്നെയാ. കാരണം സർക്കസിൽ അങ്ങേക്ക് ജോക്കറിന്റെ സ്ഥാനം തീർച്ചയായിട്ടും കിട്ടും. ഞാൻ ഇവിടെ സർക്കസിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നതല്ല. എന്നാൽ ഞാൻ വന്നത് ഇവിടെ നിന്നും ഒരു സിംഹത്തിനെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ്.
ഓ ആശാനെ, ഈ സിംഹത്തെ തുറന്നു വിടുകയാണെങ്കിൽ അത് എല്ലാത്തിനെയും പിടിച്ചു തിന്നും. അത് തന്നെയാണ് എന്റെ പ്ലാനും. സുൽത്താൻ നഗറിനെ ഈ സിംഹത്തിൽ നിന്നും ഗുരുവിനും പോലയ്ക്കും രക്ഷിക്കാനാവുകയില്ല. കാരണം ഗുരുവിന് ഇനി പാടാൻ പറ്റുകയില്ല. സിംഹത്തെ പേടിച്ചിവിടെ ഉള്ള ജനങ്ങൾ സുൽത്താൻ നഗർ വിട്ട് എന്നേക്കുമായി സ്ഥലം കാലിയാക്കാം. പിന്നീട് ഈ സുൽത്താൻ നഗർ മുഴുവനും നമ്മുടെ കയ്യിലായിരിക്കും. ബിഷും ബിഷും ഇനി ഈ സിംഹം എല്ലാവരെയും ആക്കും. ഡെഷം ഡെഷം. ഗുരു 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 ഈ സമയത്ത് ഈ ഗുരു എങ്ങോട്ടാ പോയത്? ഗുരു ഗുരു ഓ ഗുരു, നിങ്ങൾ ഈ ചെടികളുടെ പുറകിലാണോ? പുറത്തേക്ക് വരൂന്നേ. ഗുരു ഇത് കൊള്ളാലോ ഗുരു. ആദ്യം നിങ്ങൾ മൃഗങ്ങളുടെ ശബ്ദം മാത്രം ഉണ്ടാക്കുമായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു മൃഗത്തിനെ പോലെ തന്നെ മാറിയല്ലോ. എന്താ കാര്യം ഗുരു? ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് ഹൈഫൈ തന്നത്? എന്നാ പിടിച്ചോ ഗുരു, ഒരു ഹൈഫൈയും കൂടി. ഞാനല്ലാതെ വേറെ ആരായിരിക്കും ഇവിടെ സിംഹത്തിന്റെ ശബ്ദം ഇത്ര ഭംഗിയായി അനുകരിക്കുന്നത്? ഇന്നാ ഒരു ഹൈഫൈയും കൂടി ഗുരു. എടാ എന്റെ പോലെ കുട്ടാ, അത് ഗുരു അല്ലടാ, അത് യഥാർത്ഥ സിംഹമാണ്. സിംഹം അവനെ അകത്താക്കുന്നതിന് മുമ്പേ അവനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ മതിയാവൂ. അയ്യോ, ഇത് വല്ലാത്ത പൊല്ലാപ്പായല്ലോ. ഗുരു അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇത് ശരിക്കുള്ള സിംഹമാണെന്നാ തോന്നുന്നേ. കാട്ടിലെ സിംഹം. എനിക്ക് കാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു തരുമോ? കാട്ടിലെ വിശേഷം കേട്ട് കേട്ട് അവസാനം നമ്മുടെ വിശേഷം കേൾക്കാൻ ആളില്ലാതാകൂടാ. സിംഹമേ, ഒന്ന് നിക്ക്. ഇങ്ങോട്ട് വാടാ. ഗുരു സിംഹത്തിനോടൊപ്പം ഓടിപ്പിടിച്ച് കളിക്കാൻ ഉദ്ദേശിക്കുന്നു തോന്നേ. എടാ ഒന്ന് മിണ്ടാതിരിക്കേ. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വാടാ പോലെ. ശ്രദ്ധിക്ക്, നിങ്ങൾ സിംഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. നിങ്ങളുടെ അസൗകര്യത്തിന് ഞങ്ങൾ ഒട്ടും ഖേദിക്കുന്നില്ല. ഇനി അല്പസമയത്തിനകം എല്ലാരും സുൽത്താൻ നഗർ വിട്ട് ഓടിപ്പോയിക്കൊള്ളും. പിന്നീട് സുൽത്താൻ നഗർ മുഴുവൻ നമുക്ക് സ്വന്തമാകും. നാട്ടുകാരുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഞാനും പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ. ആ തക്ദിൻ തക്ദിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നൃത്തമാടി. ओए भाव भाव भाव, अरे भाव भाव भाव, अरे भाव म्याऊ म्याऊ म्याऊ, अरे म्याऊ म्याऊ म्याऊ, अरे म्याऊ म्याऊ म्याऊ, अरे घोड़े गधे सारे घंटी बजाए. घोड़े गधे सारे घंटी बजाए, शेर शेर शर्मा के सेंटी हो जाए.
घोड़े गधे सारे घंटी बजाए, शेर शेर शर्मा के सेंटी हो जाए। नाचे जो तड़क भड़क, नाचे जो तड़क भड़क, ओए नाचे जो तड़क भड़क मेंढक भगाए। ऐसे देखे सारी ऐनक लगाए। ओए भाव भाव भाव, अरे भाव भाव भाव, ओए भाव भाव भाव, अरे भाव 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 भाव। म्याऊ म्याऊ म्याऊ, अरे म्याऊ म्याऊ म्याऊ, अरे म्याऊ म्याऊ म्याऊ, अरे म्याऊ म्याऊ। भाव भाव भाव, अरे भाव भाव भाव, ओए भाव भाव भाव, अरे भाव 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 भाव। म्याऊ म्याऊ म्याऊ, अरे म्याऊ म्याऊ म्याऊ, अरे म्याऊ म्याऊ म्याऊ, अरे म्याऊ म्याऊ। ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ. എടാ MJ, സിംഹത്തെ വെച്ച് നീ ഞങ്ങളെയും നാട്ടുകാരെയും അപായപ്പെടുത്താൻ നോക്കി. ഇപ്പൊ ഗുരുവും ബോലയും ചേർന്ന് നിന്നെ തന്നെ സിംഹത്തിന്റെ കൂട്ടിലാക്കി.